ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തീകരിച്ചു. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. വൃശ്ചികം 1 ഇന്ന് ഉച്ചവരെ ശബരിമല ദർശിച്ച അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം 1,96,594 ബില്ലോ ഇവരാണ് ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല, നമ്മള് പതിവുകാരായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. അതായത് നവംബർ മാസം 16 വൈകിട്ട് നട തുറന്നപ്പോ 53,278 പേരാണ് ദർശനം നടത്തിയത്. കൊച്ചേട്ട നിങ്ങൾക്ക് വല്ലതും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഓ, വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ ഒരു അയ്യപ്പ ഭക്തന് പോലും ഒന്നും സംഭവിക്കുക, ഒരു മുള്ളു കൊണ്ടുപോലും ഒരു പരുക്കുണ്ടാകരുത്. പക്ഷേ ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ പറയാതെ പറ്റില്ല. അഭിലാഷ്, എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഇതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ, അവലോകന യോഗം കൂടി വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് സർക്കാരിന്റെ വീഴ്ചയാണ്. എന്നാൽ പിന്നെ ഇതെല്ലാം നശിക്കട്ടെ എന്നുള്ള സാഹചര്യം അദ്ദേഹം എടുത്തു. സ്വർണം കട്ടെടുക്കാൻ കാണിച്ച ഒരു ആർജവം പോലും ഇതിന്റെ മുന്നൊരുക്കങ്ങൾ അദ്ദേഹം കാണിച്ചിട്ടില്ല. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ കണ്ണു തെറ്റിയാൽ കണ്ണിലെ കൃഷ്ണമണി വരെ കട്ടോണ്ടു പോകുന്ന പെരുങ്കള്ളൻ, വേഷം മാറി എന്ത് വേഷം കെട്ടും കാണിക്കുന്ന വെറും വൃത്തികെട്ടവൻ. ഇവിടെ ശ്രീ അരുൺകുമാർ വായിച്ച കണക്കുകളൊക്കെ പച്ചക്കള്ളമാണ്. പമ്പയില് വേണ്ടുന്നത്ര ശൗചാലയങ്ങളില്ല. അങ്ങ് പറയുന്നത് കള്ളമാണ് അരുൺകുമാർ. അങ്ങ് ശബരിമലയിലോ അല്ലെങ്കിൽ പമ്പയിലേക്കോ ഒന്ന് പോകാൻ തയ്യാറാകണം. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തടാ? എന്റെ കാലനായിട്ടാണോ അവന്റെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? ഈ മരക്കൂട്ടത്തിന് താഴേക്കുള്ള പ്രദേശങ്ങളിലൊക്കെ വെളിച്ചമില്ലെന്ന് പറയുന്ന പരാതി വരുന്നു. ഓ പൊതുവാൾജി, എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർത്തി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. കുടിവെള്ള വിതരണത്തിന് കിയോസ്ക് സ്ഥാപിച്ച കണക്ക് അങ്ങ് പറയുന്നു. ഇതൊക്കെ വെറുതെ പറയുകയാണ്. നിങ്ങൾക്ക് വെറുതെ ഇവർ എഴുതി തന്നിരിക്കുന്ന കണക്കാണ്. 12 മണിക്കൂർ ദാഹജലം കിട്ടാതെ വലയുന്ന അയ്യപ്പ ഭക്തർ ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ നിന്ന് പരിവേദനം പറയുന്നത് നമ്മൾ കേട്ടില്ലേ ഇന്നത്തെ ദിവസം? അപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും ഭയചകിതനായിരിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, ആശങ്കയുണ്ട്, ഭയമുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നില്ലേ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇന്ന് രാവിലെ അവിടുത്തെ സ്ഥിരം ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും തമ്മിൽ ഭക്ഷണത്തിന് പേരിൽ തർക്കമുണ്ടായി. അല്പം കൂടി വെള്ളം. ഇതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങളിൽ വലിയ വലിയ പാളിച്ചകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ പാളിച്ചകളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. സംഗതി പെശകാണല്ലോ ശ്രീരേട്ടാ. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ.